മീൻകറി നല്ല ടേസ്റ്റ് ആട്ടോ. ആണോ? നല്ല കൈപ്പുണ്യാണോ? ചേട്ടനെ പുഴയിലും ചൂണ്ടയിട്ട് പിടിച്ച മീനാ. ഞാൻ ഓർത്തെ വല വീശി പിടിച്ചതായിരിക്കും. പണ്ടൊന്ന് വല വീശിയതാ, അതിന്റെ വല വേണ്ട കൈ ഇരിക്കുന്നു. കട്ടെടുക്കാൻ ആരെങ്കിലും ഫയർഫോഴ്സിനെ വിളിക്കോ? പറമ്പ് മാറിക്കളച്ചോ വീട് മാറിക്കളച്ചോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നാളെ എന്റെ കൊച്ചിന്റെ പിറന്നാളാ. പിറന്നാള് കിട്ടാ. ഞങ്ങളുടെ നാട്ടുകാരും ബന്ധുക്കളുമായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നതാ. ഈ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയാക്കി തന്നേക്കണം. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല കേട്ടോ. ഒരു 3 ദിവസം പിടിക്കും. മുറ്റത്തെ 3 പുല്ല് പറിക്കാനാണോ 3 ദിവസം? മുറ്റത്തെ 3 പുല്ലാണെങ്കിലും പറിക്കുന്നത് കമ്പ്യൂട്ടർ ഒന്നും അല്ലല്ലോ, ഞങ്ങളല്ലേ. അപ്പൊ 3-4 ദിവസമൊക്കെ പിടിക്കും. അല്ലേടി? അല്ലേ? അല്ലേ? അതെ. ആണോ? അപ്പോഴേ നിങ്ങൾക്ക് സമയത്തിന് കപ്പയോ കാപ്പിയോ ചീനിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ട് തന്നേക്കാം. വൃത്തിയാക്കി തന്നാ മതി. എന്നാ പിന്നെ ചായ കുടിച്ചിട്ട് തുടങ്ങാം. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ. 1.5 മണിക്കൂറുണ്ടല്ലോ നന്മരൂപയെ വിളിക്കുന്നത്. ഇന്ന് മൊത്തം ഇതേ ഉള്ളോ? ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോ. കുമാരി എന്താ ഇന്നലെ പണിക്ക് വരാതിരുന്നേ? അയ്യോ, അതൊരു സംഭവം ഉണ്ടായിട്ടാ. എന്താ? അതെ, എന്റെ 500 വിലയുള്ള ഒരു ഷർട്ട് കിണറ്റിൽ പോയി. അതെടുക്കാൻ വേണ്ടി ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വന്നു. 500 രൂപയുടെ ഒരു ഷർട്ട് എടുക്കാം ഫയർഫോഴ്സ്? പച്ചക്കള്ളം. 500 രൂപയുടെ ഷർട്ട് എടുക്കാൻ ആരെങ്കിലും ഫയർഫോഴ്സിനെ വിളിക്കോ? അതേടി, ആ ഷർട്ടിനുള്ളിൽ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നേ. അയ്യോ, അപ്പൊ പിന്നെ എടുക്കാതെ പറ്റില്ല. എടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതെ, നീ എന്താ ചെയ്യുന്നേ? ഞാൻ 5-6 വിറക് വെറുക്കുക. ഇത് കൊണ്ടുവന്നിട്ട് വേണം എനിക്ക് എന്റെ വീട്ടിൽ അത്താഴം വെക്കാൻ. അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനാണ് നിങ്ങൾ വരുന്നത്, അല്ലാതെ ഇവിടെ പണിയെടുക്കാനല്ല. എടി ആ വീട്ടുകാരൻ എന്നെങ്ങനെ കണ്ട് എന്ത് മോശമാണെന്നറിയോ? പിന്നെ ഞാൻ 5-6 ചുള്ളി പെറുക്കി കൊണ്ടുപോകണത് അവരെ കാണിച്ചോണ്ടല്ലേ. എന്നാലും എനിക്ക് കൂടി ഉള്ളത് എടുത്തോളി. സമയം എത്രയായി? 10-10:30 ആയ നടി തോന്നുന്നേ. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. നിന്റെ വയറ്റിൽ എന്നാ കോഴിയും കുഞ്ഞുങ്ങളുണ്ടോ ഇങ്ങനെ ആക്രാന്തപ്പെടാൻ? ചേച്ചിമാരെ, കാപ്പി റെഡിയാ കേട്ടോ. വേണ്ട, കപ്പയുണ്ട്. എന്റെ പൊന്നു ചേച്ചി, ഞങ്ങൾ ഇവിടെ തിന്നാനൊന്നും വന്നതല്ല. ഞങ്ങൾക്ക് പണിയാണ് മുഖ്യം. അത് കഴിഞ്ഞിട്ടുള്ളൂ തീറ്റേക്കാം. അവള് പറഞ്ഞത് നേരം. എനിക്കാണെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന പച്ച വെള്ളം കഴിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ആരെങ്കിലും ഒക്കെ നിർബന്ധിക്കുന്നല്ലോ എന്ന് ഓർത്താ. പിന്നെ എനിക്ക് കപ്പ വയറ്റി പിടിക്കൂലെന്നേ. അപ്പടി ഗ്യാസാ. എന്ത് ചെയ്യാൻ? തൊഴിലിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ് എനിക്കൊക്കെ. വേണ്ടാന്ന് പറഞ്ഞോളുമാര്. ഏടിയസ് ഇരിക്കുന്നില്ലേ? ഇവളുമാരല്ലേ പണിയെടുക്കുന്നേ, അവര് കഴിക്കട്ടെന്ന്. മീൻകറി ഒന്ന് കൂട്ടി നോക്കിക്കേ. മീൻകറി നല്ല ടേസ്റ്റ് ആട്ടോ. ആണോ? നല്ല കൈപ്പുണ്യാണോ? ചേട്ടനെ പുഴയിലും ചൂണ്ടയിട്ട് പിടിച്ച മീനാ. ഞാൻ ഓർത്തെ വല വീശി പിടിച്ചതായിരിക്കും. പണ്ടൊന്ന് വല വീശിയതാ, അതിന്റെ വല വേണ്ട കൈ ഇരിക്കുന്നത്. അതിന്റെ ബർത്ത്ഡേയാണ് നാളെ. ഇത് നാടൻ കപ്പയാണോ? പിന്നെ അത് ഒന്നാമത് നാടൻ കപ്പയാന്നേ. നമ്മുടെ പറമ്പീന്നാ. ഇവിടെ അടുത്താണോ? 6 വെച്ചാൽ നമ്മുടെ വീട് തൊട്ടപ്പുറത്തല്ലേ 6. ഇത് നല്ല കപ്പ. നല്ല കപ്പയാ, ഉടഞ്ഞിരിക്കുന്നു. നല്ല പുട്ട് പോലെ വല്ല അപ്പയല്ലേ. കൊള്ളാല്ലേ? തോറ്റടി, നീ തോറ്റു. വെറുതെ അല്ല ഉപ്പുമാങ്ങ പറഞ്ഞ പോലെ ഇരിക്കുന്നത്. എന്തൊരു ആർത്തി ഈ പെണ്ണിനാ. എല്ലാരും കാപ്പിയൊക്കെ കഴിച്ചല്ലേ? വയറൊക്കെ നിറഞ്ഞല്ലേ? നിറഞ്ഞത് വേഗം എഴുന്നേക്കുന്നേ. ഇത് കേട്ടോ, അന്യന്റെ വീട്ടിൽ പോയി ഞാൻ ഒരു ആഹാരം കഴിക്കാറില്ല കേട്ടോ. എവളുമാരുടെ വയറ് നിറഞ്ഞ എന്റെ വയറ് നിറഞ്ഞ മാതിരിയാ. എനിക്ക് ഒത്തിരി എഴുതാനുണ്ട് കേട്ടോ. എപ്പോ നോക്കിയാലും ഇവിടെ എഴുതേണ്ടോടി. എന്തെന്ന് ഇവിടെ ഇതിന് മാത്രം ഇങ്ങനെ എഴുതി കൂട്ടുന്നത്? ഒപ്പിടേണ്ടി കള്ളയപ്പെട്ടാണ് ഇവിടെ അനിയത്തി 100 പണി തികച്ചത്. ആ മെമ്പറുടെ വീട്ടിലെ അടുക്കള പണിക്കാരി അടി. വേലക്കാരി മൂത്ത് ADS ആയതാ. അടുത്ത പ്രാവശ്യം നീ ADS ആയ മതിയടി. ഞാനോ? പണി കിട്ടി.
ഞാൻ ഒരു നിമിഷം ADS ആണോ കുമാരി കുമാരിയുടെ ഭർത്താവ് പഞ്ചായത്തിൽ കക്കൂസിന് അപേക്ഷിച്ചില്ലേ? ഞാനത് അമ്പി മെമ്പറോട് പറഞ്ഞ് പാസ്സാക്കി വെച്ചിട്ടുണ്ട്. വന്നോണേ, നിങ്ങൾ പണി ഞാൻ ഇപ്പൊ വരാട്ടോ. ആ ഓട്ടമെല്ലാം ഓടി എന്റെ കാലനക്കാൻ മേല. ഞാനൊന്നും ഇരിക്കട്ടോടി. നീ ആ പെണ്ണിനോട് ഇട്ട് കഞ്ഞോളം കൊണ്ടുവരാൻ പറ. കൊച്ചേ ഒരിച്ച കഞ്ഞോളം കൊണ്ടുവന്നേരെ. ഇച്ചിരി പറ്റിപ്പോടി. എന്നാ പിന്നെ കഞ്ഞിന്നങ്ങ് പറയടി. കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീട്ടിൽ എന്തോ ഒരു ബഹളം കേട്ടെ. ഓ ഒന്നും പറയണ്ട എന്റെ കൊച്ചേ. എനിക്ക് മരുമോളെന്ന് പറഞ്ഞ ഒരുത്തിണ്ടല്ലോ, നേരം വെളുത്ത 9 മണി കണ്ട അവള് ഭയന്ന് എഴുന്നേക്കൂല. എഴുന്നേറ്റാൽ ഈ ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ കാലും കയറ്റി ഇരുന്നോളൂ. തിന്നാനും കുടിക്കാനും ഞാനവളുടെ മുന്നിൽ കൊണ്ട് വെച്ചു കൊടുക്കണം. അപ്പൊ ചേച്ചിയുടെ ആലുവ പിടിച്ച മോക്ക് എങ്ങനെയുണ്ട്? അയ്യോ അവക്ക് സുഖം കേട്ടാ. ഒരു 10-10 എഴുന്നേറ്റാ മതി. എഴുന്നേറ്റാ TV കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴേക്ക് അവക്കടെ അമ്മായിമ്മ തിന്നാനും കുടിക്കാനുള്ള എല്ലാം അവളുടെ മുന്നിലെത്തിക്കും. ഇതാടി അമ്മയും അമ്മായിയമ്മയും തമ്മിലുള്ള വ്യത്യാസം. കഴിഞ്ഞ ആഴ്ച എന്റെ കൊച്ചിന്റെ ആനിവേഴ്സറി ആയിരുന്നു. കൊച്ചിനെ ആണി വെച്ചെന്നോ? എന്നിട്ട് നീ ചോദിക്കാൻ പോയില്ലേ? എന്റെ പൊന്നേച്ചി അതൊന്നുമല്ല, ഈ മാസം നമ്മുടെ ഈ സ്കൂളുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഇല്ലേ, അത്. ഓ ആനിവേഴ്സറി. എന്നിട്ട് നീ എന്ത് സാധനം പഠിപ്പിച്ചു? നമ്മുടെ സന്തോഷ പണ്ഡിറ്റിന്റെ പുതിയ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. എന്റെ കൊച്ചി നന്നായിട്ട് കളിച്ചു. നെറ്റിലൊക്കെ ഉണ്ട്. എന്റെ ഉണ്ടടി നെറ്റില്. കുടുംബശ്രീ നെട്ടി പോടിയില്ലേ 4 ചുറ്റും നല്ല നെറ്റ് കെട്ടി ഞാൻ അതിനകത്ത് ഇട്ടേക്കണേ. 7 നേരം വിശ്രമം മാത്രമേ ഉള്ളൂ. ഇതുവരെ പണിയൊന്നും ആയില്ലേ? എന്റെ കൊച്ചേ, എനിക്ക് ഇത്തിരി പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പ്രഷറും ഷുഗറും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്നൊക്കെ പണിഞ്ഞൂടെ? ചേട്ടൻ അന്നേരം പറഞ്ഞതാ കുമാരനെ വിളിച്ചാ മതിയെന്ന്. എന്റെ ഒരൊറ്റരാടെ നിർബന്ധത്തിലാ. ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഈ വന്ന് പറയുന്ന പോലല്ല,